2 വർഷങ്ങൾക്കിപ്പുറം കലാപമാളിക്കത്തിയ മണിപ്പൂരിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. 7300 കോടി രൂപയുടെ പദ്ധതികൾക്ക് മോദി തറക്കല്ലിടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഈ കലാപബാധിത മേഖലകളിൽ സുരക്ഷ അതിശക്തമാക്കിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇത്രയും കാലം മോദി പോയില്ല എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. വലിയ ആയുധമാക്കി പ്രതിപക്ഷമൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സമഗ്ര പാക്കേജുമായിട്ടാണ് മോദിയുടെ വരവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും വൈകിയില്ലേ എന്ന ചോദ്യമുണ്ട്. ഈ ചില ആളുകൾ അവിടെ ബന്ദൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? മോദി എപ്പോഴായിരിക്കും മണിപ്പൂരിലേക്ക് എത്തുക? ഈ കലാപം ആരംഭിച്ചിട്ട് 28 മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മോദിയുടെ സന്ദർശനം മണിപ്പൂരിലേക്ക് എത്തുന്നത്. വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ മണിപ്പൂർ സന്ദർശിക്കുന്നത്. പ്രത്യേകിച്ചും ചുരാചന്ദ്പൂരിൽ ഏകദേശം 7200 കോടി രൂപയുടെ പദ്ധതികൾ, അതുപോലെ തന്നെ ഇംഫാലിൽ 1200 കോടി രൂപയുടെ മറ്റ് പദ്ധതികൾ, ഇതെല്ലാം തന്നെ തറക്കല്ലിടാനും അതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഈ 2 സ്ഥലങ്ങൾ, ചുരാചന്ദ്പൂരും അതുപോലെ ഇംഫാലും, ഇത് തിരഞ്ഞെടുപ്പിലും വളരെയധികം പ്രാധാന്യമുണ്ട്. ചുരാചന്ദ്പൂർ നോക്കുമ്പോൾ അവിടെ ഈ കുക്കി സമൂഹം കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളാണ്. ഇംഫാൽ താഴ്വരയിലേക്ക് വരുമ്പോൾ അവിടെ ബഹുഭൂരിപക്ഷവും മേത്തി വിഭാഗമാണ്. ഈ 2 സമുദായങ്ങളെയും ആളുകളെ, നേതാക്കളെ പ്രധാനമന്ത്രി കാണും എന്നുള്ള വാർത്തകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതും ഇപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും ഈ മോദിയുടെ സന്ദർശനത്തെ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ചില സംഘടനകൾ അവിടെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവിടെയുള്ള ഭരണപക്ഷവും അതുപോലെ തന്നെ മറ്റ് തയ്യാറെടുപ്പുകളും എല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അദ്ദേഹം എത്തി ഈ പറയുന്ന ചുരാചന്ദ്പൂരിലും ഇംഫാലിലും 2 വേദികളിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇതുവരെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്നുള്ളതിന് ഔദ്യോഗിക വിശദീകരണമൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് മോദി വരാണ്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെയും പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. അത് വികസന പദ്ധതികൾക്കാണ്. അദ്ദേഹം 12:30 ചുരാചന്ദ്പൂരിൽ എത്തുക. ആദ്യം മിസോറാമിലെ ഐസ്വാളിൽ അദ്ദേഹം 10 മണിക്ക് എത്തും. അവിടെ ചില വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. സമഗ്രമായ മണിപ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് മോദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില സംഘടനകളൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ വലിയ സുരക്ഷയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്.